അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇനി പറയുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് എത്രത്തോളം കണക്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ കണക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ ദീനിൻ്റെ വിഷയത്തിലുള്ള ധാരാളം സംശയങ്ങൾ നിങ്ങളത് മാറിക്കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ കാഴ്ചപ്പാടുകളിൽ തന്നെ ധാരാളം വ്യത്യാസങ്ങൾ വരും. കാരണം നമുക്ക് എന്തുകൊണ്ടാണ് ദീനിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാവുന്നത്, സംശയങ്ങൾ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ കൃത്യമായൊരു ഓർഡറുണ്ട്. ഈ ഓർഡർ അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ഗ്രഹിക്കാതെയാകുമ്പോഴും ആ ഓർഡർ അനുസരിച്ച് ഉള്ള അറിവുകൾ നമുക്ക് ലഭിക്കാതെയാകുമ്പോഴുമാണ് പലപ്പോഴും നമ്മൾ കൺഫ്യൂഷനായി പോകുന്നത്. ഇപ്പോൾ തവക്കുലിൻ്റെ വിഷയം കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ സംസാരിച്ച് വരുന്നത്. അപ്പോൾ തവക്കുൽ ഏത് രൂപത്തിലാണ് തവക്കുൽ ചെയ്യേണ്ടത് എന്നുള്ള വിഷയത്തിലും അതേപോലെ മറ്റുള്ള ധാരാളം കാര്യങ്ങളിൽ ഈമാനിൻ്റെ വിഷയമായാലും എല്ലാ വിഷയങ്ങളിലും നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് ഈ ഒരു കൃത്യമായ ഓർഡർ പാലിക്കാത്തത് കൊണ്ടാണ്. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അത് വളരെ ലഘുവായിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. നമുക്ക് നമ്മുടെ ജീവിതം വെച്ച് തന്നെ നമ്മളെ വെച്ച് തന്നെ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഒരു വിഷയം 3 വിഭാഗം ആളുകളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അതിനെ സംബന്ധിച്ചൊരു ചോദ്യം വന്നിരുന്നു. ആ ചോദ്യത്തിൻ്റെ മറുപടി പറഞ്ഞുകൊണ്ട് വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ അവിടെ വന്ന ചോദ്യം, അങ്ങനെ ഒരു 3 വിഭാഗത്തെ സംബന്ധിച്ച് ഹദീസിൽ വല്ല പരാമർശവും ഉണ്ടോ എന്നാണ് ചോദ്യം. ഹദീസിൽ എന്നല്ല, ഹദീസിലുമുണ്ട്, പരിശുദ്ധ ഖുർആനിലുണ്ട്, അതേപോലെ ഇമാമിങ്ങളുടെ ധാരാളം കിതാബുകളിലും ഈ വിഷയം പറയുന്നത് കാണാം. പരിശുദ്ധ ഖുർആൻ പറയുന്നു, സുമ്മ ഔറസനൽ കിതാബില്ലദി ഇസ്തഫൈനാ മിൻ ഇബാദിന ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി വമിൻഹും മുഖ്തസിദുൻ വമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാ ദാലിക ഹുവൽ ഫദ്ലുൽ കബീർ. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നമ്മുടെ അടിമകളിൽ നിന്നും തിരഞ്ഞെടുത്ത വിഭാഗത്തെ കിതാബിൻ്റെ വാരിസ്യങ്ങളാക്കി എന്ന് പറഞ്ഞിട്ട് ആ 3 വിഭാഗത്തെ പറയുന്നുണ്ട്. ഒന്ന് ലാലിമുല്ലി നഫ്സിഹി, സ്വന്തം നഫ്സിനോട് അതിക്രമം പ്രവർത്തിച്ചവരാണ്. രണ്ടാമത്തെ വിഭാഗം മുഖ്തസിദ് എന്ന് പറഞ്ഞാൽ മധ്യമായിട്ടുള്ള മിതമായ ഒരു നിലപാട് സ്വീകരിച്ചവരാണ്. വമിൻഹും സാബിഖും ബിൽ ഖൈറാത്ത്, നന്മകളെ കൊണ്ട് മുൻകടന്നവരാണ്. ഇങ്ങനെ 3 വിഭാഗത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ഇതിനെയാണ് നമ്മൾ പച്ച മലയാളത്തിൽ സാധാരണക്കാരി എന്നും അസാധാരണക്കാരെന്നും അസാധാരണക്കാരിൽ അസാധാരണക്കാരെന്നും കിതാബുകളിൽ കാണാം. ആമ്, ഖാസ്, ഖാസുൽ ഖാസ്, ഇങ്ങനെ 3 വിഭാഗത്തെ പറയുന്നത് കാണാം. ഈ ആയത്തിനെ വിശദീകരിച്ചെടുത്ത് ധാരാളം അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് വന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി പറയുന്നു, വത്തഖ്ദീറു അലാ ഹാദൽ ഖൗൽ, ഈ ഒരു അഭിപ്രായത്തിൻ്റെ മേലിൽ ഈ ഒരു നിലപാടിലേക്ക് എത്താം. എന്താണ് നിലപാട്? ഈ അഭിപ്രായം പറഞ്ഞത് നേരത്തെ ഇതിൻ്റെ മുമ്പ് ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഫൈനൽ പറഞ്ഞുകൊണ്ടെന്ന് വെക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 6ഓളം പ്രമുഖരായ പ്രശസ്തരായ സ്വഹാബത്ത്, അതായത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അതേപോലെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഉഖ്ബത്ത് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു, ആയിഷ ബീവി, അതേപോലെ അബൂദർദ റളിയല്ലാഹു അൻഹ, ഇങ്ങനെ 6ഓളം സ്വഹാബികളുടെ അഭിപ്രായം പറഞ്ഞതിന് ശേഷം ഇവിടെ പറയുകയാണ്, ഈ ഒരു അഭിപ്രായ പ്രകാരം നമ്മൾ നോക്കുമ്പോൾ അയ്യകൂന ളാലിമുൽ നഫ്സിഹി അല്ലദി അമില സഗായിറ, ചെറുദോഷങ്ങൾ ചെയ്തു പോയവരാണ് ഈ സാധാരണക്കാർ, അഥവാ സ്വന്തം നഫ്സിനോട് അതിക്രമം പ്രവർത്തിച്ചു പോയവർ. വൽ മുഖ്തസിദ് എന്ന് പറയുന്നത് ആരാണ്? ഖാല മുഹമ്മദ് ഇബ്നു യസീദ്, മഹാനായ മുഹമ്മദ് ഇബ്നു യസീദ് എന്ന മഹാനവറുകൾ പറയുന്നു, ഹുവല്ലദി യുഅ്തി ദുനിയ ഹഖഹ വൽ ആഖിറത ഹഖഹ, ദുനിയാവിൻ്റെയും ആഖിറത്തിനെയും അതിൻ്റെ ഹക്കിനെ നൽകി വീട്ടിക്കൊണ്ട് ജീവിക്കുന്നവർ. 3ാമത്തെ വിഭാഗം സാബിഖും ബിൽ ഖൈറാത്ത് എന്ന് പറഞ്ഞാൽ നന്മകളെ കൊണ്ട് മുൻകടന്നു പോയ ആളുകൾ. എന്നിട്ട് ശേഷം പറയുന്നുണ്ട്, ഖാല കഅബുൽ അഖ്ബാർ റളിയല്ലാഹു അൻഹു, മഹാനായ കഅബുൽ അഖ്ബാർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇസ്തവത് മനാകിബഹും വറബ്ബിൽ കഅബ, അതായത് കഅബയുടെ റബ്ബിനെ തന്നെയാണ് സത്യം, ഇവരൊക്കെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് ഒരുമിച്ചായിരിക്കും. വതഫാളലു ബി അഅമാലിഹിം, ഇവരുടെ അമലുകളെ കൊണ്ടാണ് ഇവരുടെ ദറജയിൽ വ്യത്യാസം വരിക എന്ന്. ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് പറഞ്ഞ ഒരു സംഭവം ഈ ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി അവിടെ എടുത്തു കൊടുക്കുന്നുണ്ട്. വറവ ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്നു, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ട് ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു പറയുന്നു. എന്ത്? ഖറഅ ഹാദിഹിൽ ആയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്തിനെ ഓതിയിട്ട് വഖാല, എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, കുല്ലുഹും ഫിൽ ജന്ന, ഈ 3 വിഭാഗവും സ്വർഗത്തിലാണ്. വഖറഅ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹാദിഹിൽ ആയ, ഈ ആയത്തിന് ഉമർ റളിയല്ലാഹു അൻഹു ഓതിക്കൊണ്ട് സുമ്മ ഖാല, എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സാബിഖുനാ സാബിഖുൻ, നമ്മിൽ നിന്ന് മുൻകടന്നവർ, ആ മുൻകടന്നവരാണ്. വ മുഖ്തസിദുനാ നാജിൻ, മുഖ്തസിദ് എന്ന് പറഞ്ഞ 2ാമത്തെ വിഭാഗം, ആ വിഭാഗം രക്ഷപ്പെട്ടവരാണ്. വ ളാലിമുന, സ്വന്തം നഫ്സിനോട് അതിക്രമം പ്രവർത്തിച്ചവർ, മഗ്ഫൂറുൻ ലഹു, അതായത് ചെറുപാപങ്ങൾ ചെയ്തു പോയവർ, അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. അങ്ങനെ ഈ 3 വിഭാഗവും സ്വർഗത്തിലാണ് എന്ന് പറയുന്നു.
അപ്പോൾ ഈ പരാമർശങ്ങൾ ധാരാളം സ്ഥലത്ത് കാണും. ഈ ഒരു 3 വിഭാഗത്തെ കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ആശയപരമായിട്ട് തർക്കിക്കേണ്ടി വരുന്നത്, പല വിഭാഗങ്ങളായി പോകുന്നത്, അതേപോലെ തന്നെ നമുക്ക് ധാരാളം കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. കാരണം ഈ ഏറ്റവും ഉത്തമമായ ഗ്രേഡിൽ നിൽക്കുന്ന ആളുകൾ, അവർക്കുള്ള നിയമങ്ങൾ വളരെ കഠിനമായിരിക്കും. ഏറ്റവും മുകളിലുള്ളവർക്ക് നൽകുന്ന ആ കഠിനമായ നിയമത്തെ ലഘൂകരിച്ചുകൊണ്ടാണ് അതിൻ്റെ താഴെ തട്ടിലുള്ള, അതായത് അസാധാരണക്കാർക്ക് നൽകുന്ന നിയമം ലഘൂകരിച്ചതായിരിക്കും. അതിനെ വീണ്ടും ലഘൂകരിച്ചുകൊണ്ടാണ് ഏറ്റവും താഴെത്തട്ടിൽ കിടക്കുന്ന നമ്മളെപ്പോലുള്ള സാധാരണക്കാരിലേക്ക് നിയമം വരുന്നത്. അതായത് നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം നമ്മൾ മനസ്സിലാക്കിക്കോ. നമുക്ക് ശരീരവും ആത്മാവുമുണ്ട്. ഈ ശരീരവും ആത്മാവും രണ്ടും ഒരുമിച്ച് കൂടുമ്പോഴാണ് മനുഷ്യനാവുന്നത്. അപ്പോൾ ഈ ശരീരത്തിൻ്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളെ നമ്മൾ ശൈശവം, ബാല്യം, കൗമാരം, യുവത്വം എന്നൊക്കെ വേറെ വേറെ പേരിട്ട് വിളിക്കുന്നത് പോലെ ആത്മാവിൻ്റെ വളർച്ചയ്ക്കും വിവിധ പേരുകളുണ്ട്. അമ്മാറത്ത്, ലവ്വാമത്ത്, മുൽഹിമ, മുത്തുമൈന, റാദിയ, മറലിയ എന്നൊക്കെ പറഞ്ഞ് ഖുർആനിൽ തന്നെ അതിൻ്റെ പരാമർശങ്ങൾ കാണാം. അപ്പോൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ അറിവുകൾ എത്രത്തോളമാണ്, നമ്മുടെ കഴിവ് എത്രത്തോളമാണ്. എന്നാൽ വളരുന്നതിനനുസരിച്ചോ ആ അറിവുകളിൽ മാറ്റം വരുന്നു, നമ്മുടെ ആവശ്യങ്ങളിൽ മാറ്റം വരുന്നു, നമ്മുടെ കഴിവുകളിൽ ഒക്കെ മാറ്റം വരുന്നില്ലേ? അതേപോലെ തന്നെ ആത്മാവിൻ്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ അതിൻ്റെ അറിവുകൾ മാറുന്നു, കാഴ്ചപ്പാടുകൾ മാറുന്നു, അനുഭവങ്ങൾ മാറുന്നു, അതിൻ്റെ പ്രവർത്തന മേഖലകൾ, അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, അതിൻ്റെ കഴിവുകൾ ഇതെല്ലാം വർദ്ധിച്ച് വരികയാണ്. അപ്പോൾ അതിനുള്ള നിയമങ്ങളിലും മാറ്റം വരികയാണ്. ഇപ്പോൾ മുതിർന്ന ആളുകൾക്കുള്ള നിയമം അത് കർശനമായിരിക്കുമല്ലോ. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയായാലും സാമൂഹിക നിയമങ്ങളായാലും കുടുംബപരമായിട്ടായാലും ഏത് രൂപത്തിലുള്ള നിയമങ്ങൾ എടുത്ത് നോക്കിയാലും മുതിർന്നവർക്കുള്ള നിയമമാണ് എപ്പോഴും കടുപ്പം കൂടിയ നിയമങ്ങൾ. പ്രായപൂർത്തി എത്താത്ത കുട്ടികൾ, ആ കുട്ടികൾ എന്തെങ്കിലും ചെയ്താൽ അവർക്ക് കിട്ടുന്ന ശിക്ഷ ലഘുവായ ശിക്ഷയായിരിക്കും. എന്നാൽ ഏറ്റവും ചെറിയ കുട്ടികളാണെങ്കിലോ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിയമങ്ങൾ വളരെ ലളിതമാണ്. എന്ന് പറയുന്നത് പോലെ നമ്മൾ സാധാരണക്കാരാണ്, നമുക്കുള്ള നിയമങ്ങൾ ലളിതമാണ്. എന്നാൽ നമ്മുടെ മുകളിലേക്കുള്ളവരുടെ നിയമങ്ങൾ നമ്മെക്കാളും കടുപ്പം കൂടിയതാണ്. അതിൻ്റെ മുകളിലേക്കുള്ളവരുടെ നിയമം വീണ്ടും കടുപ്പം കൂടിയതാണ്. അപ്പോൾ ഏറ്റവും മുകളിലുള്ള ഏറ്റവും ഉന്നതന്മാരായ ആളുകൾക്കുള്ള നിയമങ്ങൾ, അവർ നിയമങ്ങളെ ജീവിതത്തിൽ എങ്ങനെയാണോ പ്രാവർത്തികമാക്കുന്നത് അത് ചരിത്രങ്ങളിൽ നിന്നും അതേപോലെ മറ്റു ഉദ്ധരണികളിൽ നിന്നും എടുത്തുകൊണ്ട് ഏറ്റവും താഴെത്തട്ടിലുള്ള വിഭാഗത്തോട് അത് അപ്ലൈ ചെയ്യാൻ ഇവരോട് പറയുമ്പോൾ ഇവർക്കത് താങ്ങാൻ കഴിയില്ല. ഏറ്റവും മുതിർന്ന ആളുകളുടെ നിയമങ്ങളും അവരുടെ ആ റൂൾസും അവരുടെ തത്വങ്ങളും നമ്മളിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ നമ്മളവിടെ വിഷമിച്ചു പോവുകയാണ്. നമുക്കത് പ്രാവർത്തികമാക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? നമ്മൾ ശാരീരികമായി വളർന്നു, നമ്മൾ യുവത്വത്തിലേക്ക് കടന്നു, ഇനി വാർദ്ധക്യത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മുടെ ആത്മാവ് എവിടെയാണുള്ളത്? ആത്മാവിൻ്റെ വളർച്ച മുരടിച്ച് കിടക്കുന്നു. നഫ്സുൽ അമ്മാറത്ത് എന്ന് പറയുന്ന ഏറ്റവും താഴെത്തട്ടിലാണ് ഈ ആത്മാവ് കിടക്കുന്നത്. അപ്പോൾ ആ ആത്മാവിനെ ചെറിയ കുട്ടികളായിട്ടേ എടുക്കാൻ കഴിയുള്ളൂ. ആ കുട്ടികൾക്ക് വലിയ ആളുകളുടെ ഭാരം എടുത്ത് വെച്ചു കൊടുത്താൽ അതിന് താങ്ങാൻ കഴിയില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ പരിശുദ്ധ ഖുർആൻ പറയുന്നു, വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ഇഖ്ലാസോടുകൂടി ഇബാദത്ത് ചെയ്യാനല്ലാതെ ഞാൻ അവരോട് കൽപ്പിച്ചിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ഇഖ്ലാസിൻ്റെ അതിൻ്റെ പൂർണ്ണതയോടുകൂടി നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാൽ നമ്മൾ തളർന്നു പോകും. ഒരിക്കലും കഴിയില്ല. കാരണം അത് ഏറ്റവും മുകളിലുള്ള ആളുകൾക്ക് അതിൻ്റെ പൂർണ്ണതയുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഏറ്റവും താഴെത്തട്ടിൽ കിടക്കുന്നവരുടെ ഈമാനായാലും അതേപോലെ കർമ്മശാസ്ത്രപരമായ ഇസ്ലാം കാര്യങ്ങളായാലും ഇഹ്സാനിൻ്റെ വിഷയമായാലും ഈ 3 കാര്യങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് ദീൻ. ഈ 3 കാര്യങ്ങളും ഏറ്റവും താഴെത്തട്ടിലുള്ള നമ്മെപ്പോലുള്ള സാധാരണക്കാർക്ക് ന്യൂനതകളോടുകൂടിയാണ് ഈ 3ഉം ഉണ്ടാവുക. ഇതിൻ്റെ മുകളിലുള്ളവർക്ക് ന്യൂനത കുറവായിരിക്കും. അതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ ഈ ന്യൂനതകൾ ഇല്ലാതായിക്കൊണ്ടു പോകും. അപ്പോൾ ഏറ്റവും മുകളിലെ തട്ടിലുള്ളവരുടെ ആ ന്യൂനതകളില്ലാത്തത് ഏറ്റവും താഴെത്തട്ടിലുള്ളവർക്ക് അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് അത് പ്രാക്ടിക്കലല്ല. ഈ നഫ്സിനെ സംബന്ധിച്ച് തിരിച്ചറിയണം, നമ്മുടെ നഫ്സിനെ സംബന്ധിച്ച് തിരിച്ചറിയണം, നഫ്സിനുള്ള ഹുക്കുമുകളെ സംബന്ധിച്ച് തിരിച്ചറിയണം. അതാണ് അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ എന്ന് പറയുന്നത്. അതായത് ഏറ്റവും ഉത്തമമായ ഇൽമ് എന്താ? അവസ്ഥയെക്കുറിച്ചുള്ള അറിവ്. നമ്മുടെ അവസ്ഥ ഏതാണ്? ഈ നമ്മുടെ അവസ്ഥയിൽ നമ്മൾ എങ്ങനെയാണ് തവക്കുൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത്, ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്നുള്ള തിരിച്ചറിവ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇഖ്ലാസോടുകൂടി ഇബാദത്ത് ചെയ്യാനാണ് അള്ളാഹു കൽപ്പിച്ചത്. എന്നാൽ ഈ ഇഖ്ലാസ് കിട്ടുന്നതും കാത്ത് നമ്മൾ നിന്നാൽ ഒന്നുകിൽ നമുക്ക് വസ്വാസായി പോകും. ആ വസ്വാസിലൂടെ ഒരു ഇബാദത്തും കൃത്യമായിട്ട് ചെയ്യാൻ നമുക്ക് കഴിയാണ്ട് വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമുക്ക് എങ്ങനെയാണോ കഴിയുന്നത് ആ കഴിയുന്നതിനെ ഏറ്റവും മനോഹരമായി ചെയ്തു വീട്ടുക എന്നുള്ളതാണ്. നമ്മൾ തവക്കുൽ ചെയ്യുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ മറ്റുള്ള
ഉയർന്ന തലത്തിലുള്ള ആളുകളെക്കാളും നമ്മുടെ ആവശ്യം വ്യത്യാസമാണ്. നമ്മുടെ ആവശ്യം വളരെ ലഘുവായിട്ടുള്ളതാണ്, വളരെ ലളിതമാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾക്കായിരിക്കും മുൻതൂക്കം ഉണ്ടാവുക. അതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച പോലെ നമ്മൾ എവിടെ പോയി ദുആ ചെയ്യുന്നുണ്ടെങ്കിലും മുൻതൂക്കം കൊടുക്കുന്നത് ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾക്കായിരിക്കും. കാരണം നമ്മുടെ ആവശ്യങ്ങൾ കൂടുതലും ഭൗതികമാണ്. എന്നാൽ നമ്മളെക്കാൾ ഉയർന്നവരോ അവരുടെ ആവശ്യങ്ങൾ ഭൗതികമല്ല, അവരുടെ ആവശ്യങ്ങൾ ആത്മീയമായിട്ടുള്ള ആവശ്യങ്ങളായിരിക്കും. അതേപോലെ തന്നെ ഈ ഭൗതികമായ ചുറ്റുപാടിൽ കിടക്കുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സാധാരണക്കാർക്കുണ്ടാകുന്ന കഴിവുകൾ, ആ കഴിവുകൾ വളരെ പരിമിതമായ കഴിവുകളായിരിക്കും. ഈ സാധാരണക്കാരിലുള്ള വളരെ സമ്പന്നന്മാരുണ്ടാവും, അതേപോലെ നല്ല ഡോക്ടർമാരുണ്ടാവും, കഴിവുള്ള ഡോക്ടർമാരുണ്ടാവും. ഇവരൊക്കെ ഈ സാധാരണക്കാരുടെ ആ ലെവലിൽ നിന്നുകൊണ്ട് സമ്പാദിച്ച കഴിവുകളും അവരുടെ അറിവുകളും അവരുടെ സ്ഥാനമാനങ്ങളും ഒക്കെ അവർ മരിക്കുന്നത് വരെ മാത്രമേ അവരോടൊപ്പം ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഉന്നതന്മാരായ ആളുകളാണെങ്കിലോ അവർക്ക് അള്ളാഹു നൽകിയ അറിവ്, മൈരിഫത്തിൻ്റെ വിജ്ഞാനം, അതേപോലെ അവർക്ക് അള്ളാഹു നൽകിയ കഴിവ്, കറാമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കഴിവുകൾ, ഇതൊന്നും മരണം കൊണ്ട് മുറിഞ്ഞു പോകുന്നതല്ല. കാരണം അത് ആത്മാവുമായി ബന്ധപ്പെട്ടതും ഈ സാധാരണക്കാരുടേത് അവരുടെ ഭൗതികമായ ശാരീരികവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഴിവുകളാണ്. ആത്മാവ് മരിച്ചു പോകുന്നില്ല, ശരീരം മരിച്ചു പോകുന്നു. മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചതും അവർ വളർത്തിയെടുത്തതും ആത്മാവിനെയാണ്. ആ ആത്മാവിലേക്ക് അള്ളാഹു നൽകിയ മൈരിഫത്തിൻ്റെ വിജ്ഞാനവും കറാമത്തുകളും കാര്യങ്ങളും ഇതൊന്നും മുറിഞ്ഞു പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഔലിയാക്കളെ നമ്മൾ ആശ്രയിക്കുന്നു, അവരുടെ വഫാത്തിന് ശേഷവും ആശ്രയിക്കുന്നു. ഭൗതികമായി വളർന്ന ആളുകളെ മരണം വരെ മാത്രമേ ആശ്രയിക്കാൻ കഴിയൂ. ആശ്രയിക്കുകയല്ല, അവരോട് സഹായം ചോദിക്കുന്നത് അവരുടെ മരണം വരെ. ഔലിയാക്കളോട് മരണത്തിന് ശേഷവും ചോദിക്കാം. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറയുന്ന ഇന്നമാ വലിയ്യുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യഖീമൂന സ്വലാത്ത വയുതൂന സകാത്ത വഹും റാക്കിഊൻ. മുഅ്മിനീങ്ങളായ ആളുകളും റസൂലും അള്ളാഹു സുബ്ഹാനഹു വ തആല, ഇങ്ങനെ 3 വലിയകൾ നമുക്ക് അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ നമ്മളെ സഹായിക്കുന്നു. ഇവരൊക്കെ നമുക്ക് സഹായികളായിട്ട് അള്ളാഹു നൽകാൻ കാരണം എന്താ? നമ്മൾ സാധാരണക്കാരാണ്, സാധാരണക്കാരുടെ സഹായികളാണ് ഇവരൊക്കെ. കാരണം സാധാരണക്കാർ എപ്പോഴും ആശ്രയിക്കുന്നത് കാരണങ്ങളെ ആയിരിക്കും. ഇപ്പം നമുക്ക് ഒരു രോഗം വന്നു, രോഗശമനത്തിന് വേണ്ടി നമ്മൾ അതിൻ്റെ കാരണമാണ് ഡോക്ടറും മരുന്നുമൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവരെ ആശ്രയിക്കേണ്ടി വരുന്നു, സഹായം ചോദിക്കൽ അനിവാര്യമാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട് ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അത് അങ്ങനെ തന്നെ പ്രാവർത്തികമാക്കുന്നത് ആരാണ്? ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ആൾക്കാരാണ്. അത് നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ കഠിനമായ നിയമത്തെ ലഘൂകരിച്ചുകൊണ്ട് താഴെത്തട്ടിലേക്ക് കൊടുക്കുന്നു, അവിടെയും ലഘൂകരിച്ചുകൊണ്ട് അതിൻ്റെ താഴെത്തട്ടിലേക്ക് കൊടുക്കുന്നു. താഴെത്തട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് സഹായങ്ങൾ പരസ്പരം നമ്മളോട് സഹായിക്കാൻ പറയുന്നു. തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വ. നിങ്ങൾ പരസ്പരം എന്ത് ചെയ്യുക? പരസ്പരം നിങ്ങൾ സഹായിക്കുക. അള്ളാഹുവിനോട്, റസൂലിനോട്, മുഅ്മിനീങ്ങളോടൊക്കെ നിങ്ങൾ സഹായം ചോദിക്കുക. ഇവരൊക്കെ നിങ്ങളെ സഹായികളാണ് എന്ന് നമ്മളെ പരിചയപ്പെടുത്തുന്നു. അപ്പോൾ സഹായം ചോദിക്കുമ്പോൾ അള്ളാഹു തൃപ്തിപ്പെട്ട, അള്ളാഹു പൊരുത്തപ്പെട്ട, അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത മഹാന്മാരായ ആളുകളോട് ചോദിക്കുക എന്നുള്ള ഒരു സംഗതി അവിടെ കടന്നു വരുന്നു. കാരണം എന്താണ്? എല്ലാ സഹായങ്ങളും വരുന്നത് അള്ളാഹുവിൽ നിന്നാണ്. ഓക്കെ, സഹായത്തിൻ്റെ ഒക്കെ ഉടമ അള്ളാഹുവാണ്. എവിടെ പോയി ചോദിച്ചാലും സഹായിക്കുന്നവൻ അള്ളാഹുവാണ്. അപ്പോൾ ചോദിക്കുമ്പോൾ ആരോട് ചോദിക്കുക? അള്ളാഹു ഇഷ്ടപ്പെട്ട, പൊരുത്തപ്പെട്ട, തൃപ്തിപ്പെട്ട ആളുകളോട് ചോദിക്കുക. അവർക്ക് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത, സങ്കല്പിക്കാൻ കഴിയാത്ത കഴിവുകൾ അള്ളാഹു അവർക്ക് നൽകിയിട്ടുണ്ട്. ആത്മീയമായി വളർന്നതിൻ്റെ കഴിവാണ്. നമ്മൾ അതിനെ നിഷേധിക്കുന്നതിന് പകരം നമ്മളും ആത്മീയമായിട്ട് അങ്ങനെ വളരാൻ നോക്കുക. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ ആളുകൾ ചെയ്യുന്ന പണികൾ, വലിയ വലിയ ആൾക്കാരെടുക്കുന്ന ഭാരങ്ങൾ അവന് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും വലിയ കാര്യമാണ്. എന്ന് പറയുന്നത് പോലെ ആത്മീയമായി ഏറ്റവും താഴെത്തട്ടിൽ അമ്മാറത്തിൽ കിടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന റാലിയ, മർലിയ, കാമിലിയ, അതേപോലെ അക്മൽ, കുമ്മൽ എന്നെല്ലാം പറയുന്ന ഉന്നതമായ പദവികളിൽ വിരാജിക്കുന്ന ആത്മാവ് അത്രത്തോളം വളർച്ച പ്രാപിച്ച ആളുകൾ, അവരുടെ കഴിവുകളും അവരുടെ അറിവുകളും ഇതൊന്നും ഉൾക്കൊള്ളാൻ സാധാരണക്കാരായ നമുക്ക് കഴിയില്ല. നമ്മൾ ചിലപ്പോൾ ധാരാളം ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ധാരാളം ആളുകളെ നമുക്ക് കണ്ടിട്ടുണ്ടാവും, ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും. ഈ എക്സ്പീരിയൻസ് വെച്ച് വിലയിരുത്താൻ പറ്റുന്ന മേഖലയല്ല അത്. ആ മേഖലയിലേക്ക് നമ്മൾ വളർന്നു വരുമ്പോൾ മാത്രമേ അവിടെയുള്ള വിഷയങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ നിസ്കാരത്തിൻ്റെ വിഷയം തന്നെ എടുത്താൽ ഏറ്റവും ഉന്നതന്മാരുടെ നിസ്കാരം അസ്വലാത്തു നിസിയാനു മാസിവല്ല. നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത എല്ലാത്തിനെയും മറക്കലാണ്. അങ്ങനെ എല്ലാത്തിനെയും മറന്നുകൊണ്ട് നിസ്കരിക്കാൻ നമുക്ക് കഴിയുമോ? നമ്മൾ നിസ്കരിക്കാൻ കൈകെട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്ത് അള്ളാഹു അല്ലാത്ത സർവ്വ ചിന്തകളും കടന്നുകൂടും. ആയിക്കോട്ടെ, അങ്ങനെ ആ കടന്നു വരുന്ന ചിന്തകളോടുകൂടി നമ്മൾ എന്ത് ചെയ്യുക? നിസ്കരിക്കുക. അവിടെ നമുക്ക് ന്യൂനതകളുണ്ട്. ഈ ന്യൂനതകളെയൊക്കെ
പരിഹരിച്ചുകൊണ്ട് പുറത്തു തന്നുകൊണ്ട് അള്ളാഹു നമ്മിൽ നിന്ന് അത് സ്വീകരിക്കും. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ നിസ്കാരത്തിന് കൈകെട്ടി കഴിയുമ്പോൾ നമ്മൾ പറയുന്നത് എന്താ? വജ്ജഹ്തു വജ്ഹിയല്ലദീ ഫത്തറ സമാവാതി വൽ അർള്, ആകാശഭൂമികളെ സംവിധാനിച്ച അള്ളാഹുവിലേക്ക് ഞാൻ എൻ്റെ ഹൃദയത്തെ തിരിച്ചിരിക്കുന്നു. പലപ്പോഴും പച്ചക്കള്ളമാണ് പറയുന്നത് ഏറ്റവും ഉന്നതന്മാരിലേക്ക് നോക്കുമ്പോൾ. കാരണം എന്താണ്? നമ്മൾ അള്ളാഹുവിലേക്ക് ഹൃദയത്തെ തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഹൃദയം തിരിയുന്നതോ സൃഷ്ടികളിലേക്കാണ്. പക്ഷെ എന്നാലും അള്ളാഹു എന്ത് ചെയ്യുന്നു? അത് പുറത്ത് മാപ്പാക്കി തന്നുകൊണ്ട് അള്ളാഹു സ്വീകരിക്കുന്നു. അതിൽ അള്ളാഹു ഗഫൂറും ഗഫാറും ഒക്കെയാണ് എന്ന് പറഞ്ഞ ആ ഒരു ഇസ്മിൻ്റെ മഹത്വമാണ് അവിടെ, ആ ഒരു വിശേഷണത്തിൻ്റെ മഹത്വമാണ്. നമ്മുടെ ന്യൂനതകൾ അള്ളാഹു പരിഹരിച്ചു തരികയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇവരൊക്കെ എന്ത് ചെയ്യും? സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. ഗഫൂറുൽ ലഹു, പൊറുക്കപ്പെട്ടവരാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞത്. ഏറ്റവും താഴെത്തട്ടിൽ നമ്മൾ നിൽക്കുമ്പോൾ ആ താഴെത്തട്ടിൽ കിടക്കുന്ന നഫ്സാണ് അമ്മാറത്ത് എന്ന് പറയുന്ന നഫ്സ്. ഈ അമ്മാറത്ത് എന്ന് പറയുന്ന നഫ്സ് വളരെ അധികം ചതിക്കുന്ന, വഞ്ചിക്കുന്ന ഒരു നഫ്സാണ്. അത് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഇന്ന നഫ്സല അമ്മാറത്തും ബിസു. അമ്മാറത്ത് എന്ന് പറയുന്ന നഫ്സ് മോശമായത് മാത്രമേ കൽപ്പിക്കുകയുള്ളൂ, നല്ലതൊന്നും അതിൽ നിന്ന് വരില്ല. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും നമുക്ക് കാണും നല്ല നല്ല ചിന്തകളൊക്കെ നമുക്ക് വരുന്നുണ്ടല്ലോ. നമ്മളോട് ധാരാളം ദിക്റുകൾ ചെല്ലാൻ ആൾക്കാരുടെ ഇടയിലൂടെ നടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ ഹോസ്പിറ്റലിൽ പോയിട്ട് കാത്തിരിക്കുമ്പോൾ, അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ ഇടയിൽ നിൽക്കുമ്പോൾ ഇതിങ്ങനെ അമർത്തിയിട്ട് ഇങ്ങനെ ചൊല്ലാൻ നമുക്ക് തോന്നുന്നു, നമ്മൾ ചൊല്ലുന്നു. പക്ഷെ അത് നല്ല കാര്യമാണ്, ചെയ്യണം. എല്ലാ സമയവും ദിക്റും ഇബാദത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. പക്ഷേ ഈ നഫ്സിൻ്റെ ചതി എന്താ? ഈ ഇബാദത്ത്, ഈ ദിക്റ് ചെല്ലാൻ പ്രേരിപ്പിക്കുന്നതിലല്ല, മറിച്ച് ഈ പ്രേരണയോടൊപ്പം വേറെ ഒരു സാധനം കൂടി നമ്മുടെ ഉള്ളിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യും. ഈ നഫ്സ് എന്ന് പറയുന്ന സാധനം ലോകമാന്യം, അതേപോലെ അഹങ്കാരം. അതായത് ആൾക്കാർ എന്നെ കാണട്ടെ, ഞാൻ വലിയ അമൽ ചെയ്യുന്ന ആളാണ്, ഇബാദത്ത് ചെയ്യുന്ന ആളാണ് എന്നുള്ളത് ജനങ്ങൾ കാണട്ടെ, അവരെന്നെ ബഹുമാനിക്കട്ടെ. അങ്ങനെ അവരുടെ ബഹുമാനം കിട്ടാൻ വേണ്ടി ഇവൻ ഇബാദത്ത് ചെയ്യും. അതേപോലെ ചിലപ്പോൾ നഫ്സ് പറയും വളരെ താഴ്മയോടെ വിനയത്തോടു കൂടി ജീവിക്കണം എന്ന് തോന്നിയിട്ട് അങ്ങനെ വിനയത്തോടു കൂടി ജീവിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ വലിയ വിനയമുള്ളവനാണ് എന്ന ഒരു ചിന്ത കൂടി ഇതിലേക്ക് നഫ്സ് ഇഞ്ചക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് 70 പിശാചിനേക്കാളും ശക്തനായ ശത്രുവാണ് നഫ്സ് എന്ന് പറയാൻ കാരണം ഇത് ഉള്ളിലുള്ള ശത്രുവാണ്, നമ്മുടെ കൂടെപ്പുറപ്പാണ്, കൂടെയുള്ള ശത്രുവാണ് നഫ്സ് എന്ന് പറയുന്ന സാധനം. ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും താല്പര്യം ആരെങ്കിലും എടുത്ത് പൊക്കി കൊണ്ടടക്കുന്നതാണല്ലോ. അവൻ്റെതായ സുഖങ്ങളും സൗകര്യങ്ങളും ആ ഒരു മേഖലയിലാണ് അവൻ്റെ ജീവിതം. അതേപോലെയാണ് അമ്മാറത്ത് എന്ന് പറയുന്ന നഫ്സ്. അതിനെ എപ്പോഴും ആൾക്കാർ പ്രശംസിക്കുന്നതും അതിന് സ്ഥാനമാനങ്ങൾ നൽകുന്നതും ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും ദുനിയാവിനെ സംബന്ധിച്ച് പറഞ്ഞ എന്താ കളിതമാശയെന്നല്ലേ. അപ്പോൾ ഈ കളിപ്പാട്ടങ്ങളിലേക്കായിരിക്കും ഈ അമ്മാറത്ത് ഏറ്റവും കൂടുതൽ ആശ്രയിച്ചുകൊണ്ടും ചാടിക്കൊണ്ടും ഇരിക്കുന്നത്. അപ്പോൾ ഈ നഫ്സിൻ്റെ ചതികൾ നമ്മൾ മനസ്സിലാക്കി അടുത്ത ലെവലിലേക്ക് നമുക്ക് വളരാനും ഉയരാനും അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. ഈ മാനദണ്ഡങ്ങൾ പ്രകാരം നമ്മൾ പോവുക. നമുക്ക് അറിയാത്ത വിഷയങ്ങൾ, ഉന്നതന്മാരായ ആളുകൾ, അവരുടെ മേഖല നമ്മൾ ഒരിക്കലും അതിനെ പരിഹസിക്കാനോ അല്ലെങ്കിൽ അതൊന്നും ശരിയല്ല എന്നോ പറഞ്ഞ് നിഷേധിക്കാൻ നിൽക്കരുത്. കാരണം നമ്മൾ അങ്ങോട്ട് ഉയർന്നിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക, നമ്മൾ ചെറിയ കുട്ടികളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മളെപ്പോഴും നമ്മുടെ ശരീരത്തെയാണല്ലോ പരിഗണിക്കുന്നത്. ശരീരത്തെ ഒരു വാഹനമായും വസ്ത്രമായിട്ടുമാണ് പലപ്പോഴും ഉപമിക്കുന്നത്. നമ്മളൊരു വസ്ത്രത്തെ, നല്ല വെളുത്ത വസ്ത്രം കഴുകി വൃത്തിയാക്കി ശുദ്ധീകരിച്ച് നല്ല അടിപൊളിയാക്കി തേച്ച് ഇസ്തിരിയിട്ട് നമ്മൾ ഇടുകയാണ്. എന്നാൽ ശരീരം മൊത്തം അഴുക്കാണെങ്കിലോ വസ്ത്രം എത്ര സമയത്തേക്ക് ശുദ്ധമായി നിൽക്കും? പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ അഴുക്ക് അതിലേക്ക് പിടിക്കും. അതേപോലെ നമ്മുടെ ചുറ്റുപാടും അഴുക്കുള്ളതാണെങ്കിലോ പെട്ടെന്ന് അത് അഴുക്ക് പിടിച്ചതായിപ്പോവും. എന്ന് പറയുന്ന പോലെ നമ്മുടെ ഉള്ളിലുള്ള നഫ്സ്, ആ നഫ്സ് കറ പിടിച്ച നഫ്സാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തെ എത്ര വെടിപ്പാക്കിയിട്ട് എന്താ കാര്യം? അതിലെന്തെങ്കിലും പോരായ്മകൾ സംഭവിച്ചുകൊണ്ടിരിക്കും. അതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ഖദ് അഫ്ലഹ മൻ സക്കാഹ, ഈ ആത്മാവിനെ ശുദ്ധീകരിച്ചവൻ രക്ഷപ്പെട്ടു. ഖദ് ഖാബ മൻ ദസാഹ, അതിനെ മലീമസമാക്കിയവൻ പരാജയപ്പെട്ടു പോയിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാനും സ്ഫുടം ചെയ്തെടുക്കാനും അള്ളാഹു കൽപ്പിച്ച മാർഗങ്ങളിലൂടെ, പിഴച്ച വഴികളിലൂടെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, പോകാൻ പാടില്ല. അള്ളാഹു കൽപ്പിച്ച് അനുശാസിച്ച കൃത്യമായ വഴികളുണ്ട്. ആ വഴികളിലൂടെ ഹൃദയത്തെ ശുദ്ധീകരിച്ചെടുക്കുമ്പോൾ ആ ഹൃദയം ഈ പറയുന്ന ഉന്നതമായ അവസ്ഥകളിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ കഴിവ് വളരെ വലുതായിരിക്കും. അള്ളാഹു അതിന് നൽകുന്ന ഉത്തരവാദിത്വവും കൂടും. അങ്ങനെ നൽകുന്ന ഉത്തരവാദിത്തമാണ് ഗൗസിൻ്റെ മക്കാം എന്ന് പറയുന്ന. ഗൗസിൻ്റെ മക്കാം എന്ന് പറഞ്ഞാൽ എന്താ? സഹായിയാണ്. അവർ എല്ലാവരെയും സഹായിക്കുന്നവരാണ്. അവരെ വിളിക്കുമ്പോൾ അവർ വന്നിട്ട് സഹായിക്കും. ഏറ്റവും വലിയ ഗൗസാണ് ആര്? മുഹീദ്ദീൻ ഷെയ്ഖ്. അതാണ് മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞത്, വല്ല നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാ ഉത്തരം നൽകും ഞാൻ എന്നോവർ. ആ ഉത്തരവാദിത്തം അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്, സഹായിക്കാനുള്ള ഉത്തരവാദിത്തം. സഹായത്തിൻ്റെ സബബുകളാണ് ഇവരൊക്കെ. മനസ്സിലായ? അപ്പോൾ അവർക്ക് അള്ളാഹു നൽകുന്ന ഉത്തരവാദിത്തം അവരുടെ കഴിവിനനുസരിച്ചും അവരുടെ പക്വതക്കനുസരിച്ചുമുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നിർദ്ദേശം നമുക്കില്ല. കാരണം എന്താ?
ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. ഒരു നഫ്സിനോടും അതിന് കഴിയാത്തത് അള്ളാഹു എന്ത് ചെയ്യുന്നില്ല, കൽപ്പിക്കുന്നില്ല. അപ്പം നമുക്ക് കഴിയുന്നില്ല, നമുക്കറിയാത്ത അറിവാണ് എന്ന് കരുതിയിട്ട് മറ്റുള്ളവരുടെ അറിവിനെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ആക്ഷേപിക്കാനോ പരിഹസിക്കാനോ പാടില്ല. നമ്മൾ ആ രൂപത്തിലേക്ക് ഉയരുക എന്നുള്ളതാണ്. മൂസാ നബി അലൈഹി സ്വലാമിനെ ഖിദർ നബീൻ്റെ അരികിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ഖിദർ നബിയിൽ നിന്നും കാണുന്ന കാര്യങ്ങൾ അത് മനസ്സിലാക്കാനും അല്ലെങ്കിൽ അതിൽ ക്ഷമയോടുകൂടി നിൽക്കാനും മൂസാ നബി അലൈഹി സ്വലാമിന് പ്രയാസം വന്നിട്ടുണ്ടെങ്കിൽ, മൂസാ നബി നബിയാണ്, റസൂലാണ്, ഉലുൽ അസ്മാണ്, അള്ളാഹുവിൻ്റെ കലാമെന്നാണ് മൂസാ നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് പറഞ്ഞത്. അത്രയും ഉന്നതമായ നിലയിൽ നിൽക്കുന്ന മൂസാ നബി അലൈഹി സ്വലാമിന് പോലും ബുദ്ധിമുട്ടായി അനുഭവപ്പെട്ട ഒരു കാര്യം നമ്മൾ എങ്ങനെയാണ് ലളിതമായി കാണുക? അതിനെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് നമ്മൾ നിഷേധിക്കാൻ നോക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മൂസാ നബി അലൈഹി സ്വലാം കുറച്ചുകൂടി ക്ഷമിച്ചിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിക്കുമായിരുന്നു. നമ്മൾ നഫ്സിൻ്റെ രൂപത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ കുട്ടികളാണ്, നമുക്ക് യാതൊന്നും അറിയില്ല, നമുക്ക് യാതൊരു കഴിവുമില്ല. എന്നാൽ നമ്മെക്കാളും ആത്മീയമായിട്ട് ഉയർന്നവർ ധാരാളം കഴിവ് അള്ളാഹു നൽകിയവരാണ്, അള്ളാഹു ആദരിച്ച മഅരിഫത്ത് നൽകിയവരാണ്. മരിച്ചു കഴിഞ്ഞാൽ മുറിയുന്ന എല്ലാ കാര്യങ്ങളും മുറിഞ്ഞിട്ട് 3 കാര്യം ബാക്കിയാവും എന്ന് പറയുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യം എന്താ? നാഫിയായ ഇൽമാണ്. നാഫിയായ ഇൽമ് എന്ന് പറയുന്നത് മഅരിഫത്തിൻ്റെ ഇൽമാണ്. നാഫിയായ ഇൽമ് എന്ന് പറയുന്നത് ആ മഅരിഫത്തിൻ്റെ ഇൽമ് അത് മരണശേഷവും നിലനിൽക്കുന്നു. ഔലിയാക്കളുടെ പ്രത്യേകത തന്നെ എന്താണ്? മഅരിഫത്തിൻ്റെ വിജ്ഞാനമാണ്. ആ വിജ്ഞാനം മരണശേഷവും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കറാമത്ത്, അള്ളാഹുവിൻ്റെ ബഹുമാനം, ആദരവ്, അവർക്ക് നൽകപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ അത് അവിടെ നിലനിൽക്കുന്നു. ആ ഉത്തരവാദിത്തം അവർ കാലാകാലവും നിറവേറ്റുന്നു. അതുകൊണ്ടാണ് സാധാരണക്കാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സഹായം അത് അവരുടെ ജീവിതകാലത്ത് മാത്രം. അസാധാരണക്കാരിൽ നിന്ന് ലഭിക്കുന്ന സഹായം അല്ലെങ്കിൽ അസാധാരണക്കാരിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്ന സഹായം അവരുടെ വഫാത്തിന് ശേഷവും ലഭിക്കുന്നതാണ്. മനസ്സിലായ? അപ്പോൾ ഈ പറയുന്ന കാര്യം കൃത്യമായിട്ട് ഈ 3 വിഭാഗത്തെയും കൃത്യമായി മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ കൺഫ്യൂഷൻ മാറുക, നമ്മുടെ ഉള്ളിലുള്ള സംശയങ്ങളും അതേപോലെ ഈ തർക്കങ്ങളുമൊക്കെ മാറുക. ഇത് മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.